ഹലോ ഗുഡ് ഈവനിങ് മൈ ഡിയേഴ്സ്. എല്ലാവരും എന്ത് പറയുന്നത്? സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ടുഡേ വി ആർ ഇൻ ദുബായ് മിറാക്കിൾ ഗാർഡൻ. ഇത് വേൾഡ്സ് ലാർജസ്റ്റ് ഗാർഡൻ എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങളിവിടെ ഒരു 6 ഇയർ കഴിഞ്ഞിട്ടാണ് വരുന്നത്, കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഇപ്പം വന്നപ്പോഴത്തേക്കിന് ഇവിടുത്തെ ടോട്ടലി തീം ചേഞ്ച് ആയിട്ടുണ്ട്. ഇറ്റ്സ് റിയലി അട്രാക്റ്റീവ് എസ്പെഷ്യലി ഫോർ ദ കിഡ്സ്. ടോം ആൻഡ് ജെറി, ഹോഴ്സസ്, പിന്നെ എലിഫൻറ്റ്, പിന്നെ അലാദിൻ ഇങ്ങനെ ചിറാകൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. നല്ല രസമായിരുന്നു കാണാൻ. നമ്മൾ ടോട്ടലി മെസ്മറൈസ്ഡ് ആയിപ്പോൾ. യു എയിലെ ആൾക്കാർ ഡെഫിനറ്റ്ലി ഇവിടെ വന്നിത് ദുബായ് മിറാക്കിൾ കാണും. അത് മസ്റ്റാണ്. ഇത് ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അറൗണ്ട് 150 മില്യൺ ഫ്ലവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ബട്ട് ഐ പേഴ്സണലി ഫീൽ ചിലപ്പോൾ അതിൽ കൂടുതലേ കാണത്തുള്ളൂ. കാരണം ഒരുപാട് ഫ്ലവേഴ്സ് ഇല്ലേ, അത് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്? ഇവിടെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ കെലണ്ടിൽ, പിന്നെ ടുലിപ്സ്, സൺഫ്ലവേഴ്സ്, റോസസ്, ഇങ്ങനത്തെ ഫ്ലവേഴ്സാണ് ഏറ്റവും കൂടുതൽ. സൺഫ്ലവറൊക്കെ ഇങ്ങനെ തല പൊക്കി നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഭയങ്കര മെസ്മറൈസ്ഡ് ആയിപ്പോൾ. വി വിൽ ഫോർഗെറ്റ് എവറി ടെൻഷൻ ആൻഡ് സ്ട്രെസ്. കുറച്ച് നേരം നമ്മളെല്ലാം മറന്നു പോകും. നമ്മൾ അത്ര പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് സന്തോഷം വരാം? നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചെടി ഉണ്ടെങ്കിൽ അതിൽ ഫ്ലവർ ഇങ്ങനെ രാവിലെ വിരിയുമ്പോൾ നമുക്ക് എത്ര സന്തോഷം അല്ലേ? സോ ഇവിടെ ഇത്രയും ഫ്ലവേഴ്സ്, മില്യൺസ് ഓഫ് ഫ്ലവേഴ്സ് കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു വേൾഡിൽ ചെന്ന പോലെ നമുക്ക് തോന്നും. ഇവിടെ അതേ നോക്കി ഈ ഡാൻസിങ് ഡോളൊക്കെ എന്ത് രസമാണ് കാണാൻ. അതിൻ്റെ ഫ്രോക്കാണ്. അപ്പോൾ ഫ്രോക്ക് എന്ന് പറയുമ്പോൾ ഓരോ ചെടികൾ, ഓരോ ഫ്ലവേഴ്സാണ്. നല്ല രസം. എന്താ പെട്ടൂണീസോ അങ്ങനെ എന്തോ ഒരു ഫ്ലവർ, സോറി ഞാൻ മറന്നുപോയി. അങ്ങനത്തെ എന്തോ ഫ്ലവർ, അത് ഇവിടെ യു എയിൽ കാണാൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. കൂടുതൽ വിൻ്ററിലാണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ മാർച്ചിലായിരുന്നു പോയത്. ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട്, സ്പെഷ്യലി ഇംഗ്ലീഷ്. കാരണം അവരെനിക്ക് തോന്നുന്നു കുറേ ബസ്സിനകത്ത് ഇങ്ങനെ ടൂറിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ സൗത്ത് ആഫ്രിക്കൻസ് ഉണ്ടായിരുന്നു, യൂറോപ്പിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ യൂറോപ്യൻസിനോടൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്ത്. വളരെ വെൽ മാനേർഡ് ആൾക്കാരാണ് ആക്ച്വലി യൂറോപ്യൻസ്. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇഫ് ദേ കം ഇൻ ബിറ്റ്വീൻ ദേ വിൽ സ്റ്റോപ്പ്. അവർ പിന്നെ ക്രോസ് ചെയ്യത്തില്ല നമ്മൾ ഫോട്ടോ എടുക്കുന്ന വരെ. പക്ഷെ നമുക്കൊക്കെ അങ്ങനെ ഒരു മാനർ ഉണ്ടോ എന്ന് എനിക്ക് തോന്നില്ല. സോ ഇറ്റ്സ് വെരി നൈസ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ മാനേഴ്സ് നമ്മൾ അവരുടെ അടുത്ത് പഠിച്ചെടുക്കണം. എനിവേസ്, പക്ഷേ ഇവിടെ എനിക്കൊരു കാര്യം പറയാനായിരുന്നു. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നത്. ടിക്കറ്റ് എടുക്കാൻ നമ്മൾ നിന്നപ്പം നമുക്ക് ഭയങ്കരമായിട്ടൊരു മനസ്സിനൊരു ഭയങ്കര സങ്കടം ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായി. അതെനിക്കിവിടെ പറയണമെന്ന് തോന്നി. കാരണം അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ ഒരാളെങ്കിലും കാണുവാണെങ്കിൽ അത് മനസ്സിലാക്കണം ഞാൻ എന്താ പറയുന്നത്. കാരണം നമുക്ക് മലയാളീസിന് സ്പെഷ്യലി നമ്മളെന്താ പറയുന്നത്, ഒരു അവെയർനെസ് ഇല്ല നമ്മളെവിടെയാണ് നിൽക്കുന്നത്. കേരള ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ എന്തെന്ന് പറഞ്ഞാൽ അവർ വെളി വരുമ്പോൾ അവരുടെ ആ ഒരു റിയൽ നേച്ചർ, അല്ലെങ്കിൽ ആ റിയൽ ബിഹേവിയർ, അല്ലെങ്കിൽ അവരുടെ ടോക്കിംഗ് സ്റ്റൈൽ, അതിന് മാത്രം ഒരു ചേഞ്ചസും വരത്തില്ല. നമ്മളിവിടെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഫ്രണ്ടിലെ ഒരു പ്രായമുള്ള ഒരു അച്ഛനും അമ്മയും, അപ്പം ഞങ്ങൾ അവരോട് പരിചയപ്പെട്ട ഒരു കോട്ടയത്തുകാരായിരുന്നു. അപ്പോൾ അവർ റിട്ടയർഡാണ്. അപ്പോൾ അവർ ഫ്രണ്ടിൽ നിൽക്കുന്നു, ഞങ്ങളിങ്ങനെ അവരുടെ ബാക്കിൽ നിൽക്കുന്നു. ഞങ്ങളുടെ ബാക്കിലും ഒരു മലയാളി ആണ്. പക്ഷെ ഞങ്ങളത് അറിയുന്നില്ല അവർ മലയാളിയാണോ എന്ന്. അപ്പം ഞങ്ങളിങ്ങനെ ടിക്കറ്റ് വേണ്ടി നിൽക്കുമ്പം ഒരു സൗണ്ട് വരുന്ന, നിനക്കെന്താടി വിവരമില്ലേ, നേരെ നിൽക്കടി. ഇത് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വളരെ യങ് കപ്പിളാണ്. അറൗണ്ട് ഹാർഡ്ലി 30-35 ഇയറേ കാണത്തുള്ളൂ. ദേ ഹാവ് വെരി സ്മോൾ ഡോട്ടർ, അറൗണ്ട് 2 to 3 ഇയേഴ്സ്. വളരെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതിനെ പിടിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ നിൽക്കുവാണ്. അത് നല്ല ഗുഡ് ലുക്കിംഗ് ഒരു ലേഡിയും കൂടാണ്. അപ്പം അവർ ഭയങ്കരമായിട്ട് അങ്ങ് അഷെയിംഡായിപ്പോയി. കാരണം ഞങ്ങൾ മലയാളികൾ ആണല്ലോ എന്ന് അവർക്ക് മനസ്സിലായി. ബിക്കോസ് ഞങ്ങൾ അവരുടെ ഫേസിലോട്ട് നോക്കിയില്ല. അപ്പം ദാറ്റ് ടൈം ഷീ റിയലൈസ് ദാറ്റ് വി ആർ ഓൾസോ മലയാളീസ്. അപ്പോൾ അത് ഭയങ്കര അവർക്ക് വിഷമമായിപ്പോയി. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഇന്നസെൻ്റ് സന്ദേശം ഫിലിമിൽ പറഞ്ഞില്ലേ, സമ്പൂർണ്ണ സാക്ഷരത ബന്ദർക്ക ബച്ചെ. ശരിയാണ്. കേരളൈറ്റ്സിൻ്റെ അടുത്ത് എഡ്യൂക്കേഷൻ, ഡിഗ്രി, സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട്. പക്ഷേ ദേ ഡു നോട്ട് നോ ഹൗ ടു ടോക്ക് ആൻഡ് ഹൗ ടു ബിഹേവ് ഇൻ എ പബ്ലിക് പ്ലേസ്. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, കറക്റ്റാണ്. പക്ഷേ നിങ്ങൾ വെളിയിൽ വരുമ്പോൾ ഒന്ന് ഓർക്കുക നമ്മളെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമ്മുടെ പാർട്ട്ണറിനോട്. അതിപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കും, ചിലപ്പോൾ വൈഫായിരിക്കും, മൂന്നാമതൊരാളും ഉണ്ട് അവിടെ പബ്ലിക് ഏരിയ ആകുമ്പോൾ. ഡെഫിനറ്റ്ലി അവരത് ശ്രദ്ധിക്കും. ആൻഡ് ഹൗ ദേ വിൽ വാല്യൂ യു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 35-30 വയസ്സെന്നൊക്കെ പറയുമ്പോൾ മെച്ചോർഡായി കഴിഞ്ഞു. നമുക്കിനിയിപ്പോൾ ഈ ഏജിലെ ആൾക്കാരെ ഒന്നും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പോസിബിൾ അല്ല. പക്ഷേ ഇനിയുള്ള ജനറേഷനെങ്കിലും മനസ്സിലാക്കുക, കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നിങ്ങളിതുപോലെ ഹണിമൂണിനൊക്കെ പോകുകയാണെങ്കിൽ, ഇനിയും കഴിയുമ്പോൾ കുട്ടികളായി കഴിഞ്ഞിട്ട് നിങ്ങളിതുപോലെ കറങ്ങാനൊക്കെ പോകുമ്പോൾ എവിടെ പോയാലും പബ്ലിക്കിൽ പ്ലീസ് ബി കെയർഫുൾ അബൌട്ട് അവർ എൻവയറമെൻറ്റ്. ഇതൊക്കെ നമ്മൾ ശീലിക്കേണ്ടതാണ്. ഇനിയിപ്പം അമ്മമാർ
പാവം ലേഡീസ് ദേ ആർ യൂസ് ടു ദ ഡോമിനേറ്റിംഗ് നേച്ചർ ബൈ ഹസ്ബൻഡ്സ്. കാരണം അവർ ഇങ്ങനെയൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അവർക്കത് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവരതങ്ങ് സപ്രസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മുടെ ആ മക്കൾ വളരുന്നത്. അപ്പോൾ അവരും ഓർക്കും ദിസ് ഈസ് ദ സെയിം സ്റ്റൈൽ. അപ്പോൾ അതവർ ക്യാരി ഫോർവേഡ് ചെയ്യുവാണ്. പെൺപിള്ളേർ അത് എന്താ പറയുക സപ്രസ് ചെയ്യും. അപ്പം ഇതത്ര ശരിയായ കാര്യമല്ല. അപ്പം എല്ലാവരും ഓർക്കുക, ഗീവ് റെസ്പെക്റ്റ്, ദെൻ ഓൺലി യു എക്സ്പെക്ട് റെസ്പെക്ട് ഫ്രം അതേഴ്സ്. അപ്പം ലവ് ഈസ് നോട്ട് എവറിത്തിങ്, ലവ് ഈസ് സെക്കൻഡറി, ഫസ്റ്റ് ഈസ് റെസ്പെക്റ്റ്. അപ്പം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. നമ്മുടെ എൻവയറമെൻറ്റിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് വേണം. അതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ബിക്കോസ് ഐ ആം തിങ്കിങ് ഫ്രം ദാറ്റ് ലേഡി സ്പേസ്. ഞാൻ അവർക്കിപ്പോൾ എത്ര സങ്കടമായി കാണും, എത്ര പേര് കേട്ട് അവർ അന്ന് രാത്രി ഉറങ്ങിക്കാണുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം എനിക്ക് ഞാൻ ഡള്ളായിരുന്നു ആക്ച്വലി. അപ്പോൾ അതെനിക്ക് ഇവിടെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. സോ ജസ്റ്റ് ഐ ഷെയർഡ് ദാറ്റ്. ഇവിടെ ഞങ്ങൾ ഫോട്ടോഗ്രാഫിയൊക്കെ കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് ഒരുപാട് ടയർഡായി. മക്കൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ വേണം. അപ്പോൾ ഞങ്ങളൊരു 2 ഐസ്ക്രീം മേടിച്ചു. 4 പേര് കഴിച്ചു. ബിക്കോസ് ഇറ്റ് വാസ് വെരി എക്സ്പെൻസീവ്. 35 ദിർഹംനായിരുന്നു ഒരു ഐസ്ക്രീം. അപ്പോൾ ഞങ്ങൾ 4 പേരും അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മക്കൾ പറഞ്ഞ് ബർഗർ വേണം, ഷവർമ വേണം. ബട്ട് വി ഡിഡ്ന്റ് ബൈ എനിത്തിങ് ബിക്കോസ് അറൗണ്ട് 40 ദിർഹംസേ ആണെന്ന് തോന്നുന്നു സ്റ്റാർട്ടാവുന്നത് അവിടെ ബർഗറും പിസ്സയൊക്കെ. അപ്പം പിസ്സ അല്ല, ഷവർമ തന്നെ 35-40 ദിർഹംസാണ്. സോ നമുക്ക് നമ്മുടെ പോക്കറ്റിൽ അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് വി ഡു നോട്ട് പ്രിഫർ ദാറ്റ്. കാരണം നമ്മൾ കഴിഞ്ഞതും സേവ് ചെയ്യാൻ നോക്കുക. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് സ്നാക്സും കുടിക്കാനുള്ള വെള്ളവും കൂടെ എടുക്കാനാണ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പിന്നെ അത്രയും ഇതില്ല. പക്ഷേ ഈ ബർഗർ ഫാസ്റ്റ് ഫുഡൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് കുറച്ചൊരു അട്രാക്റ്റീവായിട്ടൊക്കെ തോന്നുമല്ലോ, കുട്ടികളല്ലേ. ബട്ട് എനിവേസ് നമ്മളങ്ങനെ അവരോട് പറഞ്ഞ് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ദുബായ് മിറാക്കിൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങി. ഇവിടെ വന്നാൽ ഷോപ്പിംഗ് ചെയ്തൊന്നും നമുക്ക് മേടിക്കാൻ, അല്ലെങ്കിൽ വി കനോട്ട് സ്പെൻഡ് മണി ഇൻ ഫുഡ് ബിക്കോസ് വെരി എക്സ്പെൻസീവ്. സോ ദാറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ ആക്ച്വലി ടു ബൈ എനിത്തിങ് ഫ്രം ഹിയർ. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്ത് ഇവിടെ അതേ നോക്കിയേ. അപ്പുമോൻ ഞങ്ങളുടെ കൂടെ നിൽക്കത്തേ ഇല്ല ഫോട്ടോ എടുക്കാൻ നിന്നാൽ ദെൻ ഹീ ബിഹേവ്സ് ലൈക്ക് എ കാർട്ടൂൺ. അവന് ഫുൾ ടൈം മൊബൈൽ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഹീ വോണ്ട് ടു ക്ലിക്ക് മൈ ഫോട്ടോസ്. ഹീ തിങ്ക് ഹിസ് മദർ ഈസ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പേഴ്സൺ. സോ ഫുൾ ടൈം ഇവിടെ ഇരുന്നും കിടന്നും എല്ലാം ഫോട്ടോ എടുക്കുമായിരുന്നു. ഹീ വാസ് സോ ഹാപ്പി. അപ്പോൾ കുട്ടികൾ ഒരുപാട് എൻജോയ് ചെയ്ത്. ഞങ്ങൾക്ക് ആക്ച്വലി ഇച്ചിരി ലേറ്റായി വന്നെങ്കിലും ഈ നൈറ്റിലെ ഒരു നൈറ്റിലെ ഒരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെയായിരിക്കും ഈ പൂക്കളൊക്കെ. അപ്പോൾ നല്ല രസമായിരുന്നു. ലോട്ട്സ് ഓഫ് ലൈറ്റ്സ് ആൻഡ് എവറിതിങ്. ഇറ്റ് വാസ് സോ വൈബ്രൻറ്റ് ഇത് നോക്കിയേ. ഇനി ഇതിലൊക്കെ ഇങ്ങനെ ക്രീപ്പേഴ്സൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് പ്ലാന്റ്സ്. ഇനിയിപ്പോൾ ഇതിൽ 4 സൈഡും അത് ചുറ്റുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. പക്ഷേ 1 മാസം കഴിഞ്ഞ് ചൂടായി ഇവിടെ. അപ്പോൾ ഈ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോവും. പക്ഷെ എന്ത് പറയുക, നമ്മുടെ ഇതാണ് തൃശ്ശൂർ പൂരം തന്നെ അല്ലേ. കുടകൾ കുറേ കുടയുണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സ്. നല്ല രസമില്ല ഇത് കാണാൻ. നമ്മുടെ നാട്ടിലും ഉണ്ട് ഇതുപോലെയൊക്കെ. നമ്മുടെ നാട്ടിലെ ജമ്മു കാശ്മീരില്ലേ ഇതുപോലല്ല, ഫുൾ പൂക്കളാണ്. അവിടെ എന്ന് പറയുമ്പം ഒരു ഏരിയ അല്ല. ജമ്മു കാശ്മീർ എന്ന് പറയുമ്പോഴേ ഫുൾ ഫ്ലവേഴ്സാണ്. പിന്നെ ഈ ദുബായ് മിറാക്കിൾ ഗാർഡൻ അറൗണ്ട് 72,000 സ്ക്വയർ മീറ്ററിലാണ് ഇത് പണിതേക്കുന്നത്. വളരെ വെൽ മെയിൻറ്റെയിൻ, ഭയങ്കര ഹൈജീനും ഭയങ്കര സെക്യൂരിറ്റിയും. നമ്മുടെ മലയാളീസൊക്കെ ഭയങ്കര ഡീസൻ്റാണ്. ഇവിടെ ഒന്നും എന്താ പറയുന്നത്, തട്ടലും തൊടുകയും അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ഇല്ല. അപ്പം മര്യാദയ്ക്ക് ഇവിടെയൊക്കെ വന്നാൽ അറിയാം, നല്ല മര്യാദയ്ക്കൊക്കെ നിന്നോളും. നാട്ടിലാണ് പ്രശ്നം. പക്ഷേ സംസാരം നമ്മളൊന്ന് കുറച്ച് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആരെങ്കിലും ഇത് കേൾക്കുവാണെങ്കിൽ ഇത് ചെറിയൊരു റിക്വസ്റ്റാണ്. ഓക്കെ. അപ്പം ഞങ്ങളങ്ങനെ ഇവിടെ കുറേ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്ത് എത്ര നമ്മൾ കണ്ടാലും നമുക്ക് മതി വരത്തില്ല. ദാറ്റ് മച്ച് ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് അട്രാക്റ്റീവ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം വിശന്ന് മടുത്തു. അപ്പോൾ അങ്ങനെ ഇനി പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗ്ലോബൽ വില്ലേജിൻ്റെ സൈഡ് ത്രൂ ആണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നത്. ഷാർജയിലേക്ക് തിരിച്ച് പോവുകയാണ്. കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസൊക്കെ എല്ലാം ഇന്നത്തെ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ദുബായ് മിറാക്കിൾ ഗാർഡനിൽ ഒന്ന് പോയി വിസിറ്റ് ചെയ്യണം കേട്ടോ. നല്ലൊരു സ്ഥലമാണ്. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്.